ആദ്യമായിട്ടായിരിക്കും ഓട്ടോയിൽ വെച്ചിട്ടൊരു ഇൻട്രോ പറയുന്നത്. പറഞ്ഞല്ലോ, ഫസ്റ്റ് ഇയർ വെഡിങ് അടുത്തിരിക്കുകയാണ്. ഇന്നാണ് കല്യാണം. കുറെ ദിവസമായല്ലോ ഞാനിങ്ങനെ ഓരോരോ കോലങ്ങൾ കെട്ടിപ്പോന്നു. ഇന്ന് ഇപ്പൊ കെട്ടി വച്ചേക്കുവാണ് മുടി. എത്തിയിട്ട് തിരിച്ചിടാൻ നോക്കാം. ഷെയ്ക്കാകുന്നുണ്ട്. ഓട്ടോയിൽ നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത്. ഇപ്പം എന്റെ കൂടെ അശ്വതിക്കുണ്ട്. ഹായ്. ഓക്കെ ഓക്കെ. അപ്പൊ നന്ദു ഇപ്പൊ ഇവിടെ എത്തിയിട്ടുണ്ട്. വേറെ ആരും എത്തിയിട്ടില്ല. ഓരോരോ തിരക്കിലാണ്. ചിലർക്ക് പക്കനൊക്കെ 2 കല്യാണമുണ്ട്. അവൻ അതിന് പോയിട്ടേ വരത്തുള്ളൂ. എന്തായാലും നമുക്ക് ഓടിച്ചെടുത്തിട്ട് ബാക്കി കാണാം. ഓക്കെ, ഉള്ളിലോട്ട് പോവാ. നല്ല വെയിലുണ്ട്. ഞാൻ മുടി ഇങ്ങനെ തന്നെ വെച്ചിരുന്നോ അശ്വതി? ഇങ്ങനെ വെച്ചിരുന്നോ? ഇങ്ങനെ മതിയാ? ഒരു അച്ചായത്തിൽ വെള്ളം വേണോ എനിക്ക്? വെള്ളം എനിക്ക് അത്ര ഇഷ്ടമാണ്. ശരിയാണ്. ഇന്ന് സദ്യ ആയിരിക്കൂലേ? ചോറുണ്ണാനായിട്ടില്ല. കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ. ഇപ്പൊ ബ്രൈഡ് ഇത് എത്തിയിട്ടില്ല എന്നാ പറഞ്ഞത്. ബ്രൈഡ് എന്നാ പിന്നെ നമുക്ക് അകത്ത് കയറിയിരിക്കാം. അപ്പോൾ പൂപ്പന്തലൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് കയറി വരുന്നത് പൂപ്പന്തൽ കണ്ടായിരുന്നു. പിന്നെ എന്താ, ഇതാണ് ഓഡിറ്റോറിയം. ഒരു കൃഷ്ണനുണ്ട്, രാധയുടെ ഉള്ളൊരു ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തിരിക്കുന്നത്. നമ്മൾ വരുമ്പോഴത്തേക്കും പറഞ്ഞല്ലോ വിച്ചോടെ ഉണ്ടായിരുന്നു. സോറി, നന്ദു അവിടെ ഉണ്ടായിരുന്നു. എനിക്ക് ഇവനെ എന്താണെന്നറിയാം, ഇവൻ്റെ അനിയൻ്റെ പേര് വിച്ചു. മംഗളാപുരമില്ല. അത് എനിക്കിന്ന് കാണണമെന്നുണ്ടായിരുന്നു. എന്താ നമ്മൾ ചുമ്മാ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പിന്നെ അവിടെ സ്റ്റേജിൽ നമ്പൂരി ഉണ്ടായിരുന്നു കല്യാണം നടത്താൻ. ആ ഒരു സെറ്റപ്പും കൂടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ പാരൻസൊക്കെ വന്നിട്ട് വിളക്ക് കൊളുത്താൻ വേണ്ടി തുടങ്ങി. കല്യാണ ചടങ്ങിലേക്ക് കടന്നുകൊണ്ടേ ഇരിക്കുന്നു. അങ്ങനെ വർഷം വന്നിരുന്നു. പിന്നെ ചെറുക്കനും വന്നു. താലികെട്ടൊക്കെ പെട്ടെന്ന് ചടപടേന്നായിരുന്നു എല്ലാം. കഴിഞ്ഞ് അങ്ങനെ വർഷം മാരീഡായി. അപ്പോഴത്തേനും പപ്പനും അർച്ചും ദീപിക ടിപ്പിയൊക്കെ വന്നു. ആനിവേഴ്സറി നടക്കത്തുണ്ട്. ആൻഡ് എനിക്കിന്ന് പേഴ്സണലി പറയുവാണെങ്കിൽ അനഘയുടെ ഈ ലുക്ക് നമ്മൾ ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒരു തമിഴ് ബ്രാഹ്മണിൻ്റെ ഒരു ടച്ച് ഉണ്ട്. എനിക്ക് ഭയങ്കര എന്തോ ഇഷ്ടപ്പെട്ടു. സിമ്പിളായിരുന്നു, പക്ഷെ ഭയങ്കര ക്യൂട്ടായിരുന്നു കാണാൻ. നമ്മളിങ്ങനെ അപ്പോഴത്തെ പിന്നെ സ്വിറ്റ്സർലൻഡിൽ നിന്നും അഫ്സൽ ഖാൻ ലാൻഡ് ചെയ്തു. അവൻ വരുന്നിലേക്ക് ഫസ്റ്റ് പറഞ്ഞ്, പിന്നെ അവസാനം വരേണ്ടി വന്നവന്. വന്നതിൽ സന്തോഷം. ഇങ്ങനെ കുറച്ച് കാലമായി എല്ലാവരും ഒന്ന് കണ്ടിട്ട്, ഏകദേശം 5 വർഷത്തോളം. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് കണ്ടപ്പോൾ എല്ലാവർക്കും സന്തോഷം. ഏറ്റവും പ്രധാന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കാലം കഴിഞ്ഞിട്ടും ആർക്കും വലിയ മാറ്റമൊന്നുമില്ലെന്നാണ്. അതിലെല്ലാവരും ഹാപ്പിയാണ്. പിന്നെ ഒന്നുമില്ല, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൗണ്ടർ അടിച്ചുകൊണ്ടും ചെളി പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഇത്രയും പെട്ടെന്ന് നമുക്ക് ഫോട്ടോ എടുക്കണമായിരുന്നു. ഫോട്ടോ എടുത്ത് ഫുഡ് കഴിക്കാനുള്ള ധൃതിയിലായിരുന്നു എല്ലാവരും. അതിൻ്റെ ഇടയിൽ വടക്കത്തിൻ്റെ കുറേ കോമഡിയൊക്കെ കാണാം. പിന്നെന്താ, എല്ലാവരും എന്തോ പണ്ടത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ മുടിയൊക്കെ വിരിച്ചിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി പോകാം എന്ന രീതിക്കായി. എല്ലാവരും വലിച്ചാണ് പോകുന്നത്. അപ്പോൾ ഒരാൾ വരുമ്പോൾ ഒരാൾ വരത്തില്ല. അപ്പോൾ അങ്ങനെ ഇച്ചിരി കൂടെ കഴിഞ്ഞപ്പോൾ ഫോട്ടോനെ എടുത്ത് ഭയങ്കര തിരക്കായത് കാരണം നമ്മൾ എൻ്റെ ഷീബാമ്മ നമ്മളെ കാണാൻ വേണ്ടി വന്നു. ഫസ്റ്റ് അമ്മ ഞങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടാവും. അഫ്സൽ വന്നതിൽ ഭയങ്കര സന്തോഷമായിരുന്നു ശിവാമ്മയ്ക്ക്. കാരണം കഴിഞ്ഞ 2 ദിവസത്തെ ഫംഗ്ഷനും അഫ്സലുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ഭയങ്കരമായിരുന്നു. പിന്നെ പപ്പൻ്റെയും ബാക്കിയുള്ളവരുടെയൊക്കെ ഫോട്ടോഷൂട്ടായിരുന്നു. ഒരാളുടെ കൂടെയുള്ള എല്ലാവരും ഉണ്ടായിരുന്നു, പ്രഹസനം. പിന്നെ എന്താ, ഭയങ്കര തിരക്കായിരുന്നു. നമ്മളിങ്ങനെ എപ്പോൾ തീരും ഈ കാണുന്ന കണ്ടോ. ഇപ്പം വർഷം ഭയങ്കര ഹാപ്പിയാണ്. കഴിഞ്ഞ് ഇവരുടെ ഇതും കൂടെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് കയറാൻ വേണ്ടിയിട്ട്. ഹലോ, വളരെ ബിസി എല്ലാം ഇവൻ ശരിക്കും ഭയങ്കര ഈ കല്യാണം കഴിച്ചവൻ ഇതിനെക്കാളും എന്ത് പരിപാടിയാ. ഓക്കെ, വന്ന എല്ലാവർക്കും നന്ദി. ഈ
യൂട്യൂബിന് എല്ലാവിധ സപ്പോർട്ടും സഹകരണവും like എല്ലാവരും ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തി പൊട്ടിക്കുക. പെണ്ണിന്റെ അനിയനോട് ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ട് കല്യാണത്തിന്റെ വിശേഷങ്ങളെ കുറിച്ച്. എന്റെ അണ്ണാക്കി കുറച്ച് പറയൂ. കല്യാണം എന്ന് പറയുന്നത് 2X കല്യാണമാണ് ഇപ്പൊ നടന്നത്. അത്രേ പറയാൻ. സബ്സ്ക്രൈബേഴ്സ് കല്യാണത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? അത് പറ. കല്യാണം എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി 5 വർഷം ആണല്ലേ? എൻജോയ് ഓക്കേ. മോ ഹാപ്പി അല്ലേ? നല്ല തിരക്കാണ്, അഡ്ജസ്റ്റ് ചെയ്യാം. നല്ല തിരക്കാണ്, അഡ്ജസ്റ്റ് ചെയ്യാം. വർഷങ്ങൾ കല്യാണം അതുകൊണ്ട് നമ്മള് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല. അല്ലെങ്കിൽ പ്രശ്നമാക്കണ്ടേ? ഇവർക്കൊക്കെ സീറ്റ് കിട്ടിയ നമുക്ക് കിട്ടി. നമ്മളെ ഇതില് ഗ്യാസ് കയറിയാണോ പ്രശ്നം? ഗ്യാസ് വിടാതിരുന്നാ ഇത് ഞാൻ പറഞ്ഞു ബസ്സിലേക്ക് ഗ്യാസ് കയറി. ഇവിടെ ഒരു ഗ്യാസ് വിടാൻ കാര്യം ഞാൻ എന്താ പറയണ്ടത്? അതല്ലല്ലോ. കുറച്ചുകൂടാണ്. ഈ ഇല ഇങ്ങോട്ട് കൊടുക്കേ? ശരിക്കും അങ്ങോട്ട് മടക്കാൻ വേണ്ടി പാടില്ല. അങ്ങോട്ട് മടക്കി കഴിഞ്ഞാൽ നമുക്ക് ഇനിയും വേണമെന്ന് അറിഞ്ഞു. അപ്പൊ നമ്മള് ഈ ഇല കഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ട് മടക്കി കഴിഞ്ഞാൽ എനിക്ക് മതി, ഇനി വിളമ്പണ്ട, എനിക്ക് വേറെ നിറഞ്ഞ സംതൃപ്തിയാണ് എന്നാണ് അർത്ഥം. അതുകൊണ്ടാണ് ഇങ്ങോട്ട് മടക്കുന്നത്. ഇതൊരു പുതിയൊരു അറിവാണ്. ഇനിയിപ്പോ നമ്മൾ ചെറുക്കനെ വീട്ടിലോട്ട് കൊണ്ടുപോയി കയറ്റണം. ഇപ്പൊ വേറൊന്നും കാണിക്കുന്നില്ല. ശിവ നമുക്ക് അറിയുന്നുണ്ടെങ്കിൽ ഷോർട്സ് വേണമെങ്കിൽ ഇപ്പൊ എത്രയൊക്കെ ഉള്ളു. നമ്മള് പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യാം. ഇതൊന്ന് ഇനിയിപ്പം കൈ ഉണങ്ങിയ കല്യാണം വൈകുന്നു. അപ്പൊ നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. ഇഷ്ടമായാൽ എന്ത് ചെയ്യാം? ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.